ഇന്നൊരു സിമ്പിൾ രസം ഉണ്ടാക്കാൻ പോവാണ്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കൊച്ചുള്ളി, തക്കാളി ഇത്രയും നമുക്ക് റെഡിയാക്കി വെക്കാം. എന്നിട്ട് കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കുറച്ച് കുരുമുളകും കൂടി നമുക്ക് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കണം. കരിവേപ്പില ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ഇത്രയും സാധനങ്ങൾ തട്ടിക്കൊടുക്കണം. തട്ടിക്കൊടുത്ത് നന്നായിട്ട് അതൊന്ന് മൂത്ത് വരുന്നവരെ വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പം നല്ല മൂക്കുമ്പോൾ നല്ലൊരു മണം വരും. ആ സമയത്ത് നമ്മൾ കുറച്ച് കായവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കായപ്പൊടി ആണെങ്കിൽ ഇപ്പോൾ ചേർക്കണ്ട, പിന്നെ പൊടികൾ ഇടുമ്പോൾ ഇട്ടാൽ മതി. ഇത് ഞാൻ കായം ഇട്ടതുകൊണ്ട് നേരത്തെ ഈ വഴറ്റുന്നതിൻ്റെ കൂടെ ഇട്ടാൽ നല്ലൊരു മണവും വരും. നമുക്ക് ആ വറുത്ത ഒരു ഫീലും വരും. നല്ലൊരു ഇതാണ് കായം, അതുകൊണ്ട് ഇപ്പോഴേ ഇട്ട് കൊടുക്കും. അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേനും നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുന്നത്. തക്കാളി ഇട്ട് അത് നല്ല ഒന്ന് കുഴയുന്ന നമുക്ക് വഴന്ന് വരണം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് നമുക്കത് കുഴഞ്ഞ് കിട്ടും. അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇപ്പം തന്നെ ഇട്ട് കൊടുക്കും. അപ്പോൾ പെട്ടെന്നാവുമെന്നാണ് പറഞ്ഞത്. ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇടുമ്പോൾ എന്തോ തക്കാളി പെട്ടെന്ന് കുഴഞ്ഞ് വരാറുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേനും നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ കുറച്ച് ഉലുവാപ്പൊടി, ശകലം മുളക് പൊടിയേ ചേർക്കത്തുള്ളൂ. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയാണ് കൂടുതലിടുന്നത്. കുരുമുളകിൻ്റെ ആ ഒരു ഇതാണ് രസത്തിന് എപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത് നല്ലത്. മുളക് പൊടി കുറച്ചെടുത്തത്, പിന്നെ മല്ലിപ്പൊടി ഇത്രയും ഇട്ടതിന് ശേഷം നമ്മൾ പുളിവെള്ളം പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ, അത് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. ഉപ്പും ചേർത്തതിന് ശേഷം നമുക്ക് മല്ലിയില റെഡിയാക്കാം. മല്ലിയില ഇത് കണക്ക് കുപ്പിയിൽ വെള്ളം ഒഴിച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ ഇത് കണക്ക് ഫ്രഷായിട്ടിരിക്കും കേട്ടോ, വാടിപ്പോത്തില്ല. അങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത മല്ലിയില നല്ല ഫ്രഷായിട്ട് ഇരിപ്പുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. രസം തിള വരുന്നതിന് മുമ്പ് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ. എല്ലാവരും തിളച്ച് കഴിഞ്ഞ് ഇറക്കാറാകുമ്പോഴായിരിക്കും ഇടുന്നത്. പക്ഷേ ഞാൻ ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ തിളയ്ക്കുന്നതിന് മുമ്പേ ഇട്ട് കൊടുക്കും. അപ്പോൾ തിളയ്ക്കുമ്പോൾ ആ മല്ലിയിലയുടെയും കായത്തിൻ്റെ എല്ലാം കൂടെ ആ സ്മെല്ല് ഭയങ്കര നല്ലതാണ് ഈ രസത്തിന്. അപ്പം നമ്മുടെ രസം നന്നായിട്ട് തിളച്ച് ഒരു 5-10 മിനിറ്റ് നേരം ഇങ്ങനെ തിളയ്ക്കണം. ഋതുവാണ് ആദ്യമേ ടേസ്റ്റ് നോക്കുന്നത്. അവന് എരിയുള്ള സാധനങ്ങളൊന്നും അത്ര ഇൻട്രസ്റ്റ് ഉള്ളതല്ല. എങ്ങനെയുണ്ട് അവൻ്റെ എക്സ്പ്രഷനിലൂടെ തന്നെ മനസ്സിലായി കാണുമല്ലോ അവൻ എത്രത്തോളം അത് ഇഷ്ടപ്പെട്ടെന്ന്. അവന് പുളി, എരിവ് കൂടുതലുള്ള സാധനങ്ങളോടൊന്നും വലിയ താല്പര്യമില്ല. അങ്ങനെ നമ്മുടെ രസം റെഡിയായിട്ടുണ്ട്. നമ്മൾ പാത്രത്തിലോട്ട് മാറ്റുവാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, അടിപൊളിയാണേ. താങ്ക് യു.